ഹലോ ഗൈസ്, നമ്മൾ ഒരു ട്രിപ്പ് പോവാണ്. ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ജോർജിയയിലേക്കാണ് പോകുന്നത്. ദുബായ് വഴിയാണ് ജോർജിയയിൽ പോകുന്നത്. ആൻഡ് ദുബായിൽ പോകുന്നത് ആർക്കും അറിയില്ല. ഇറ്റ്സ് എ സർപ്രൈസ് വിസിറ്റ്. ഓൺലി ഐശ്വര്യയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ നേരത്തെ തന്നെ ഐശ്വര്യനെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞു, വേറെ ആരും അറിയരുത്, സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞെല്ലാം സെറ്റാക്കി. ആൻഡ് ഐഷു ഒരു സ്ക്രിപ്റ്റ് തന്നെ തയ്യാറാക്കി അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ടെത്തി, ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു. ഇനി എയർപോർട്ട് കുറച്ച് കറങ്ങാമെന്ന് വെച്ചു. നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു എയർപോർട്ടിൽ കറങ്ങി നടക്കാനുള്ളത്. ഇത് ദോഹ എയർപോർട്ടിൽ ഒരു ചെറിയ ഫോറസ്റ്റാണ്. ഇത് നമ്മൾ ഒരിക്കലും കാണാറില്ല. ദിസ് ടൈം നമ്മൾ ഉറപ്പിച്ചതാണ് നമ്മളത് കണ്ടിട്ടേ പോവുള്ളൂ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഫോറസ്റ്റൊക്കെ കണ്ടു. അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്ന് കളിച്ചു, ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു, ബോർഡിങ് ടൈമായി. പിന്നെ ഞാൻ ഈ ഒരു ട്രിപ്പിന് ഭയങ്കര എക്സൈറ്റഡാണ്. ബിക്കോസ് നമ്മൾ ഇപ്രാവശ്യം ചേച്ചീനെയും ചേട്ടനെയും സർപ്രൈസ് ചെയ്യാൻ പോവാണ്. ദോഹയിൽ നിന്ന് ദുബായിലേക്ക് 1 hour വേണ്ടു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും കാണാം, ലാൻഡിങ് ചെയ്യുന്നതും കാണാം, എല്ലാം ഷടപടയുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടെത്തി. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഓടിപ്പിടിച്ച് പോവാണ് ഏട്ടനെയും ഐശ്വര്യനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു പുറത്ത്. പക്ഷേ ഫ്ലോപ്പായി ഗൈസ്, ഫ്ലോപ്പായി. സർപ്രൈസ് ഫ്ലോപ്പായി. ഏട്ടനറിയായിരുന്നു ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് പിന്നെ ഞങ്ങൾക്കൊരു മെസ്സേജ് അറിഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സർപ്രൈസ് ആക്ടി ആക്ടി നോക്കി വെച്ചിട്ടുണ്ട്. ദോഹയെന്ന് ടിബ്ലിസിലേക്കാണോ മറ്റേതാണോ? എന്തായാലും സൂപ്പർ. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞ വിശേഷങ്ങളും സ്ക്രിപ്റ്റിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കണ്ടാൽ വേറെ ഒന്നും കാണില്ലല്ലോ ഗൈസ്. പിന്നെ നമ്മൾ ഫുഡിലേക്കായിട്ടും വിശേഷങ്ങൾ പറച്ചിലൊന്നും തീർന്നിട്ടില്ല കേട്ടോ. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കേണ്ട ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടന്നു.